ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കുട്ടീസിനെ കയ്യിലെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ അത്. ബ്രെഡും മുട്ടയും ന്യൂട്ടെല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഇതിന് മുമ്പ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടല കൊണ്ട് ന്യൂട്ടെല്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ന്യൂട്ടെല്ല ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ സ്നാക്ക് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 4 ബ്രെഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ചെറിയ ബ്രെഡാണ്, നമുക്ക് വലിയ ബ്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം. പിന്നെ വേണ്ടത് ന്യൂട്ടെല്ലയാണ്. അപ്പോൾ ഈ ന്യൂട്ടെല്ല വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ന്യൂട്ടെല്ല ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ല അല്ലേ. നമ്മൾ സാധാരണ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് ന്യൂട്ടെല്ല കൊടുക്കാറ്. പക്ഷേ അതുപോലെ ചെയ്യാതെ ഇനി നിങ്ങൾ ഇതുപോലെ ഒന്ന് കുട്ടീസിന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഈ ന്യൂട്ടെല്ല 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ സാധാരണ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഈ ബ്രെഡിൽ ന്യൂട്ടെല്ല നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിൽ മറ്റൊരു ബ്രെഡ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരെണ്ണം ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റത് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ട ഇവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു പിഞ്ചുപ്പാണ് കേട്ടോ. കുറച്ച് ഉപ്പ് മതി, അധികമൊന്നും വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 6 ടീസ്പൂൺ പാലാണ് എടുത്തിട്ടുള്ളത്. പാലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ആകെ 2 സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒരു മുട്ടയും കുറച്ച് പാലും മാത്രം എടുത്തിട്ടുള്ളത്. നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് വേണം പാലും മുട്ട എടുക്കാൻ. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പാൻ ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സിൽ ഈ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും നല്ല പോലെ ഈ മുട്ടയുടെയും പാലിൻ്റെയും മിക്സിലൊന്ന് മുക്കിയെടുക്കുക. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടറൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി 2 വശവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു വശം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാവും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും. പിന്നെ നമ്മൾ ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ എടുക്കാം കേട്ടോ. ബട്ടറിൽ ചെയ്യുമ്പോൾ അതൊന്നും കൂടെ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ 2 വശവും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ ന്യൂട്ടെല്ല സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാവും കേട്ടോ. കാരണം നമ്മൾ സാധാരണ ചിക്കനും എഗ്ഗും ബീഫൊക്കെ വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന പോലെയല്ല, ഇതിനൊരു വേറൊരു ടേസ്റ്റാണ്. ന്യൂട്ടെല്ല ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ന്യൂട്ടെല്ല വെച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ന്യൂട്ടെല്ല സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം കാണാനൊരു ലുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടീസിന് കാണാൻ ഭംഗിയുണ്ടെങ്കിലാണ് അവർക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുള്ള ന്യൂട്ടെല്ല നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് ടോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ന്യൂട്ടെല്ല ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്